my dear students, welcome back to Sapphire Future Academy Board Booster series. നമ്മുടെ ലാസ്റ്റ് ക്ലാസ്സിൽ സെക്ഷൽ റിപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിന്റെ മെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടും അതിന്റെ ബാക്കി ഡെവലപ്മെന്റ് മൈക്രോസ്പോറോജെനസിസ് ഒക്കെയാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട് ഒപ്പം തന്നെ അതിൽ വരുന്ന മെഗാസ്പോറോജെനസിസ് അതൊക്കെയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഫസ്റ്റ് നമുക്കൊന്നുകൂടി നമ്മൾ റീകോൾ ചെയ്യാം. ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ട്, ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിനെ നമ്മൾ പറയുന്നതാണ് ഇത് ഗൈനീഷ്യം, which mainly consists of carpel. ഒരു സിംഗിൾ കാർപ്പലിന്റെ സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു ഇതായിരുന്നു ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞതാണ്. ഓവറി, സ്റ്റൈൽ, സ്റ്റിഗ്മ എന്നുള്ളത് ഓവറിയാണ്. ദെൻ സ്റ്റൈൽ, സ്റ്റിഗ്മ ഇവിടെ ഡയഗ്രത്തിലുണ്ട്. അപ്പൊ നമുക്കിവിടെ ഫീമെയിൽ റിപ്രൊഡക്റ്റീവ് പാർട്ടിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പാർട്ടാണ് ഏത്? ഓവറി എന്ന് പറയും. ഈ ഓവറിയുടെ ഉള്ളിലാണ് എന്ത് കാണാൻ പറ്റുക? ഓവ്യൂൾസ് അറേഞ്ച് ചെയ്തിട്ടുണ്ടാവും. ഇൻസൈഡ് ദ ഓവറി ന്യൂമറസ് ഓവ്യൂൾസ് ആർ ഈസ് അറേഞ്ച്ഡ്. അപ്പൊ ഈ ഓവ്യൂൾസിന്റെ അറേഞ്ച്മെന്റ് നമ്മൾ +1 പഠിച്ചിട്ടുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പ്ലാസെന്റേഷൻ എന്ന് പറയും. മോഡ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് ഓവ്യൂൾസ് ഇൻസൈഡ് ദ ഓവറി ഓൺ എ പ്ലാസെന്റ. ഈ സെന്ററിൽ കാണുന്ന പാരൻകൈമാറ്റസ് റീജിയൻ ആണ് പ്ലാസെന്റ. ഈ പ്ലാസെന്റയും എന്ത് ചെയ്യാണ്? ഓവ്യൂൾസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലെ. ഇതിനെയാണ് നമ്മൾ പ്ലാസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യാണ്? ഇതിലിപ്പോ നമുക്ക് മെയിൻ ആയിട്ട് വരുന്ന ഭാഗം ഏതാണ്? ഈ ഓവറിയുടെ ഉള്ളിൽ കാണുന്ന ഓവ്യൂൾസ് ആണ്. അപ്പൊ നമുക്കിനി ഈ ഓവ്യൂൾസിന്റെ സ്ട്രക്ചർ മാത്രം ഒന്ന് നോക്കണം. അപ്പൊ അതിനു മുന്നേ ഈ ഡയഗ്രത്തിലെ പാർട്സ് ഒക്കെ ഫെമിലിയർ ആയിരിക്കും. സെപ്പൽ, പെറ്റൽ, സ്റ്റേമന്റെ പോർഷൻസ്, ദെൻ റിസെപ്റ്റക്കിൾ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞിരുന്നു. ഇവിടെ റിസെപ്റ്റക്കിൾ എന്ന് പറഞ്ഞ എന്താണ്? ഈ പെഡിസിലിന്റെ ടിപ്പിൽ കാണുന്ന ഇങ്ങനെ സ്വെൽ ചെയ്ത് നിൽക്കുന്ന ഭാഗമാണ് റിസെപ്റ്റക്കിൾ അല്ലെങ്കിൽ തലാമസ് എന്ന് പറയും. തലാമസിലാണ് എന്താ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്? കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് നമ്മൾ ഇതില് ഒരു ഓവ്യൂളിന്റെ സ്ട്രക്ചർ മാത്രം എടുത്ത് വരയ്ക്കുക. ഏതാ ഓവ്യൂൾ എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഓവ്യൂൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇങ്ങനെ നമ്മൾ പറഞ്ഞത് ഓവറിയാണ്. ഈ ഓവറിയുടെ ഉള്ളിൽ കാണുന്ന ഈ ഒരു ഓവ്യൂൾ, ഒരു സിംഗിൾ ഓവ്യൂളിനെ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? ഒന്ന് എൻലാർജ് ചെയ്ത് വരച്ച ഡയഗ്രാമാണ് ഇത്. അപ്പൊ നമുക്ക് ഈ ഓവ്യൂളിന്റെ പൊസിഷൻ പലതരത്തിൽ വരാം. ചിലപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് വരാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന ഓവ്യൂൾ വരാം, ചിലപ്പോൾ ഇങ്ങനെ ബെൻഡ് ചെയ്തിട്ട് കർവ് ചെയ്ത് നിൽക്കുന്ന ഓവ്യൂൾ വരും, ചില സമയത്ത് ഇങ്ങനെയുള്ള ഷേപ്പുള്ള ഓവ്യൂൾ വരാം. അങ്ങനെ ഡിഫറെന്റ് ഷേപ്സിൽ നമുക്ക് എന്ത് വരാം? ഓവ്യൂൾ വരാം. ഒപ്പം തന്നെ ഒരു പ്ലാന്റില് ഓവ്യൂൾസിന്റെ നമ്പർ എന്ന് പറഞ്ഞാൽ അത് കോൺസ്റ്റന്റ് അല്ല. ഇപ്പൊ നമുക്കിപ്പോ മാംഗോയിലൊക്കെ ആണെങ്കിൽ എന്താ കാണാൻ പറ്റുള്ളൂ? ഇപ്പൊ ഇങ്ങനെ ഒരു സിംഗിൾ, ഇവിടെ കാണുന്ന ഓവ്യൂൾ ഇത്രയും ടൈപ്പ് ഓവ്യൂൾ ഉണ്ടാവില്ല, സിംഗിൾ ഓവ്യൂൾ വരാം. ഇപ്പൊ നമുക്ക് മാംഗോ അതൊക്കെ നമുക്ക് സിംഗിൾ ഓവ്യൂൾ ഉള്ളതിന് എക്സാമ്പിൾ ആണ്. അതേസമയം ചില പ്ലാന്റ്സ് ഇപ്പൊ നമ്മൾ ഓർക്കിഡ്സിലൊക്കെ നോക്കുവാണെങ്കിൽ എന്താണ്? മില്യൺസ് ഓഫ് ഓവ്യൂൾ ആണ്, അല്ലെങ്കിൽ മെനി ഓവ്യൂൾസ് ആണ് ഒരു ഓവറിന്റെ ഉള്ളിൽ തന്നെ കാണാം. അപ്പൊ നമുക്ക് ഓരോ സ്പീഷീസിനും ഡിഫറെന്റ് ആയിരിക്കും. എന്ത്? ഓവ്യൂൾസിന്റെ നമ്പർ കോൺസ്റ്റന്റ് ഒന്നുമല്ല, എപ്പോഴും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നമുക്ക് നെക്സ്റ്റ് എന്ത് ചെയ്യണം? ഒരു ഓവ്യൂളിന്, അതായത് നമ്മൾ ഈ കാണുന്ന ഈ ഒരു ഓവ്യൂളിനെ മാത്രം എന്ത് ചെയ്യാണ്? ജസ്റ്റ് ഒന്ന് എൻലാർജ് ചെയ്ത് വരച്ച ഡയഗ്രാമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ നോക്കുക, ഈ ഓവ്യൂളിന് ഒരു സ്റ്റോക്ക് ഉണ്ട്. സ്റ്റോക്ക്, ഒരു തണ്ട്, ഒരു സ്റ്റോക്ക് പോലെയുള്ള ഭാഗമുണ്ട്. അപ്പൊ ആ സ്റ്റോക്കിനെ പറയുന്ന പേരാണ് ഫ്യൂണിക്കിൾ എന്ന് പറയും. അപ്പൊ നമ്മളൊരു ഓവ്യൂളിന്റെ സെക്ഷൻ എടുത്ത് നോക്കുകയാണ്. ഒരു ഓവ്യൂളിനെ മാത്രം നമ്മളൊന്ന് ക്രോസ് സെക്ഷൻ എടുക്കുകയാണ്. ഇവിടെ നമ്മൾ എടുക്കുന്ന സെക്ഷൻ എങ്ങനെയാണ്? LS ആണ് എടുക്കുന്നത്, ലോഞ്ചിറ്റ്യൂഡിനൽ സെക്ഷൻ ഓഫ് ഓവ്യൂൾ. നോക്കുമ്പോൾ നമുക്ക് എന്തൊക്കെ കാണാൻ പറ്റും? ഫസ്റ്റ് അതിന്റെ ഒരു സ്റ്റോക്ക് കാണാൻ പറ്റും. ഓവ്യൂളിന്റെ സ്റ്റോക്കിനെ പറയുന്ന പേരാണ് ഫ്യൂണിക്കിൾ എന്ന് പറയും. ഫ്യൂണിക്കിൾ. അപ്പൊ എന്താണ് ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞാല്? ഓവ്യൂളിന്റെ സ്റ്റോക്ക്, സ്റ്റോക്ക് ഓഫ് ഓവ്യൂൾ ആണ് ഫ്യൂണിക്കിൾ. അതാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന സ്ട്രക്ചർ. ഇതാണ് ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വരുന്ന ഭാഗമാണ്. നെക്സ്റ്റ് എന്ത് ചെയ്യും? ഓവ്യൂളിന് ഇങ്ങനെ കുറെ ഇൻഡഗ്മെന്റ്സ് ഉണ്ട്. ഒരു 2 ലെയേർഡ് ആയിട്ടുള്ള ഇൻഡഗ്മെന്റ്സ് ഉണ്ട്.
2 ലെയേർഡ് ആയിട്ടുള്ള ഇന്റഗ്മെന്റ് ഉണ്ട്. ആദ്യം ഒരു സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു, നെക്സ്റ്റ് ഒരു 2 ലെയേർഡ് ഇന്റഗ്മെന്റ്സ് ഉണ്ട്. അപ്പൊ ഈ 2 ലെയേർഡ് ആയിട്ടുള്ള ഇന്റഗ്മെന്റ്സ് കണ്ടു, ഇതാണ് ഇന്റഗ്മെന്റ്സ് എന്ന് പറയുന്ന ഭാഗം. ഈ ഇന്റഗ്മെന്റ്സ് എന്ത് ചെയ്യുവാണ്, എല്ലാ ഭാഗത്തും ജോയിൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഒരു ചെറിയ സ്ഥലത്ത് എന്താണ് ഒരു ഓപ്പണിംഗ് ആയിട്ട് കാണും. ഈ ഓപ്പണിങ്ങിനെ പറയുന്ന പേരാണ് മൈക്രോപൈൽ എന്ന് പറയും. മൈക്രോപൈൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഓവ്യൂളിന്റെ ഓപ്പണിംഗ് ഓഫ് ഓവ്യൂൾ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ ദ പ്ലേസ് വേർ ഇന്റഗ്മെന്റ്സ് കംപ്ലീറ്റ്ലി ആബ്സെന്റ്. ഇന്റഗ്മെന്റ്സ് ആബ്സെന്റ് ആവാത്ത ഭാഗം, കംപ്ലീറ്റ്ലി ആബ്സെന്റ്, ഇന്റഗ്മെന്റ്സ് പ്രസന്റ് അല്ലാത്ത ഭാഗം, അല്ലെങ്കിൽ അവിടെ എന്താണ് ഒരു ഓപ്പണിംഗ് ഉണ്ട്. മൈക്രോപൈൽ എന്ന് പറഞ്ഞാൽ ഓപ്പണിംഗ് ഓഫ് ഓവ്യൂൾ ആണ്, വേർ എന്തുണ്ടാവില്ല, ഇന്റഗ്മെന്റ്സ് ആർ കംപ്ലീറ്റ്ലി ആബ്സെന്റ്. ദെൻ നെക്സ്റ്റ് ഇതാണ് നമ്മുടെ മൈക്രോപൈൽ. ഈ മൈക്രോപൈലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഭാഗത്തിന് പറയുന്ന പേരാണ് ചെലാസൽ എൻഡ് എന്ന് പറയും. ചെലാസ അല്ലെങ്കിൽ ചെലാസൽ എൻഡ്. ചെലാസൽ എൻഡ് എന്ന് പറഞ്ഞാൽ മൈക്രോപൈലിന്റെ ഓപ്പോസിറ്റ് എന്ന് പറയാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഓവ്യൂളിന്റെ ബേസ്. ഓവ്യൂളിന്റെ ബേസ് ആണ്, അല്ലെങ്കിൽ നമ്മുടെ മൈക്രോപൈലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡ് ആണ് ഏത്, ചെലാസ. ഇനി നെക്സ്റ്റ് എന്താണ് നോക്കുക. ഇനി നമുക്ക് എന്താണ് ഇതാണ് ഓവ്യൂളിന്റെ ബോഡി. ഇത്രയും ഭാഗം എന്താണ് ഓവ്യൂളിന്റെ ബോഡിയാണ്. ഇതാണ് സ്റ്റോക്ക്. അപ്പൊ ഈ ബോഡിയും സ്റ്റോക്കും തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഈ പോയിന്റിനെ പറയുന്ന പേരാണ് ഹൈലം എന്ന് പറയും. ഹൈലം. അപ്പൊ ഹൈലം എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദി പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ഓഫ് ആരൊക്കെ തമ്മിലാണ്, ഓഫ് ബോഡി ഓഫ് ഓവ്യൂൾ വിത്ത് ഫ്യൂണിക്കിൾ. ഫ്യൂണിക്കിൾ എന്ന് പറയുമ്പോൾ എന്താണ്, ഓവ്യൂളിന്റെ സ്റ്റോക്ക് ആണ്. അപ്പൊ ഓവ്യൂളിന്റെ സ്റ്റോക്കും ബോഡിയും തമ്മിൽ അറ്റാച്ച് ചെയ്യുന്ന ആ പോയിന്റിനെ പറയുന്ന പേരാണ് നമ്മൾ എന്ത്, ഹൈലം എന്ന് പറയും. ഹൈലം. അപ്പൊ നോക്കിക്ക് എന്തൊക്കെയാ പാട്ട് നോക്കുക, ഫ്യൂണിക്കിൾ, ഇതാണ് ഓവ്യൂളിന്റെ സ്റ്റോക്ക്, ദെൻ 2 ലെയേർഡ് ആയിട്ടുള്ള ഇന്റഗ്മെന്റ്സിന് പേരും കൊടുക്കാൻ നമുക്ക് ഔട്ടർ ആൻഡ് ഇന്നർ ഇന്റഗ്മെന്റ്സ് എന്ന് പറയും. ഔട്ടർ ഇന്റഗ്മെന്റ് ഉണ്ട്, ഇന്നർ ഇന്റഗ്മെന്റ്, ഔട്ടർ ആൻഡ് ഇന്നർ ഇന്റഗ്മെന്റ്സ് എന്ന് പറയും. ദെൻ ചില സ്ഥലത്ത് എന്തുണ്ടാവും, ഒരു പെർട്ടിക്കുലർ പോയിന്റിൽ എന്തുണ്ടാവില്ല, ഇന്റഗ്മെന്റ്സിന്റെ കവറിംഗ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ അതിന് പറയുന്ന പേരാണ് നമ്മൾ ഓവ്യൂളിന്റെ ഓപ്പണിംഗ് സൈഡ്, ദാറ്റ് ഈസ് കോൾഡ് മൈക്രോപൈൽ എന്ന് പറയും. ദെൻ മൈക്രോപൈലിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡുള്ള എൻഡാണ് നമ്മൾ ചെലാസ അല്ലെങ്കിൽ ചെലാസൽ എൻഡ് എന്ന് പറയും. ദെൻ അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഓവ്യൂളിന്റെ ബേസ് എന്ന് പറയും അല്ലെ. ദെൻ നെക്സ്റ്റ് നമുക്ക് ഒരു കാര്യം കൂടിയാ പഠിക്കാനുള്ളത്. ഇതിന്റെ ഉള്ളില്, ഈ ഓവ്യൂളിന്റെ ഉള്ളിൽ കാണുന്ന ഈ പാരങ്കൈമാറ്റസ് ആയിട്ടുള്ള സെല്ലുകൾ കാണാം, അതിനെ പറയുന്ന പേരാണ് ന്യൂസിലസ് എന്ന് പറയും. ന്യൂസിലസ്, ന്യൂക്ലിയസ് അല്ല, ന്യൂസിലസ്. ന്യൂസിലസ് എന്ന് പറഞ്ഞാൽ പാരങ്കൈമാറ്റസ് സെൽ. പാരങ്കൈമാറ്റസ് സെൽസ് ഫൗണ്ട് ഇൻസൈഡ് ദ ഓവ്യൂൾ. നെക്സ്റ്റ് നമുക്കൊരു എംബ്രിയോസാക്കും കൂടി കൊടുത്തിട്ടുണ്ട്, അത് പറഞ്ഞുതരാം എംബ്രിയോസാക്ക് എന്താന്നുള്ളത്. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമുക്ക് വരുന്ന ഓവ്യൂളിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയോ കാണാൻ പറ്റുക, ഫ്യൂണിക്കിൾ ഉണ്ട്, 2 ലെയേർഡ് ഇന്റഗ്മെന്റ്, ഔട്ടർ ആൻഡ് ഇന്നർ ഇന്റഗ്മെന്റ്സ്, ദെൻ മൈക്രോപൈൽ അല്ലെങ്കിൽ നമ്മൾ ഓപ്പണിംഗ് എൻഡ്, ദെൻ ബേസ് ചെലാസ, ദെൻ പോയിന്റ് ഓഫ് അറ്റാച്ച്മെന്റ് ദാറ്റ് ഈസ് ഹൈലം, ആൻഡ് ദെൻ ന്യൂസിലസ്. ന്യൂസിലസ് എന്ന് പറഞ്ഞാൽ പാരങ്കൈമാറ്റസ് സെൽസ് ആർ ഈസ് സീൻ ഇൻസൈഡ് ദിസ് വൺ. ഇങ്ങനെയാണ് നമുക്ക് സെല്ലിന്റെ ഉള്ളിൽ, ഇതിന്റെ ഉള്ളിൽ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെയാ കാണാം. എംബ്രിയോസാക്ക് ഒക്കെ പിന്നെ ഡെവലപ്പ് ചെയ്യുന്ന സ്ട്രക്ചേഴ്സ് ആണ്, പക്ഷെ നമ്മൾ കൊടുക്കുമ്പോൾ അങ്ങനെ കൊടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ നമ്മൾ പ്രിമിറ്റീവ് കണ്ടീഷനിൽ നമ്മൾ ഓവ്യൂളിന്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്താ കാണാൻ പറ്റുള്ളൂ, ഈ എംബ്രിയോസാക്ക് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ന്യൂസിലസ്, എ ഗ്രൂപ്പ് ഓഫ് സെൽസ്. നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കൊടുക്കാം. ഇപ്പൊ നമുക്ക് ന്യൂസിലസ് വന്നു, ഈ ന്യൂസിലസിനെ കവർ ചെയ്തിട്ട് എന്ത് വരും, നമുക്ക് ഇവിടെ ഇന്റഗ്മെന്റ്സ് വന്നു. ന്യൂസിലസിനെ കവർ ചെയ്തിട്ട് ഇന്റഗ്മെന്റ്സ് വന്നു. അപ്പൊ നോക്കുക, ന്യൂസിലസിനെ കവർ ചെയ്ത് വരുന്ന ഇന്റഗ്മെന്റ്സ്, ഇത് നമ്മൾ ന്യൂസിലസ് വന്നു, ഈ ന്യൂസിലസിനെ കവർ ചെയ്തിട്ട് ഇങ്ങനെ ഇന്റഗ്മെന്റ്സ് വരും. ഔട്ടർ ഇത് ഇന്നർ ഇന്റഗ്മെന്റ് ആയി. നെക്സ്റ്റ് എന്ത് ചെയ്തു, ഇതിനെ അടുത്ത ഇന്റഗ്മെന്റ്, ഔട്ടർ ആൻഡ് ഇന്നർ ഇന്റഗ്മെന്റ്സ്. അപ്പൊ ഇവിടെ എന്ത് കൊടുക്കാം, ഇതാണ് അതിന്റെ സ്റ്റോക്ക്. സ്റ്റോക്കിനെ പറയുന്ന പേരാണ് ഫ്യൂണിക്കിൾ എന്ന് പറഞ്ഞു. ഇതിപ്പോ എന്തായി, ഔട്ടർ ആൻഡ് ഇന്റഗ്മെന്റ്. ഇവിടെ കണ്ടോ, ഇപ്പൊ ഇവിടെ നോക്കിയപ്പോ എന്തായി, ഇതാണ് മൈക്രോപൈലാർ എൻഡ്. എന്നുവെച്ചാൽ ഓവ്യൂളിന്റെ പൊസിഷൻ അനുസരിച്ചിട്ട് മൈക്രോപൈലാർ എൻഡ് ഡിഫറെന്റ് ആയിരിക്കും. ഇവിടെയാണെങ്കിൽ നമ്മൾ മൈക്രോപൈലാർ എൻഡ് ഇവിടെ കൊടുത്തു, അപ്പർ സൈഡിൽ കൊടുത്തു. പക്ഷെ ഇവിടെ എന്താണ്, ഇതിന്റെ ഷേപ്പ് ഇങ്ങനെ ഇൻവേർട്ടഡ് ഷേപ്പ് ആയതുകൊണ്ട് മൈക്രോപൈൽ ഇവിടെ വന്നു, ചെലാസ ഇവിടെ വന്നു.
ഇതിൻ്റെ ഉള്ളിൽ കാണുന്ന പാരങ്കൈമാറ്റ സെൽസ് ആണ് നമ്മളിപ്പോ പറഞ്ഞ ന്യൂസിലസ്. ഇതാണ് ന്യൂസിലസ്. ഇത്രയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഒരു ഓവ്യൂളിന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇതാണ് നമ്മളൊരു ടിപ്പിക്കൽ ആയിട്ടുള്ള ഒരു ആൻജിയോസ്പേം ഓവ്യൂളിന്റെ സ്ട്രക്ചർ ആണ് ഈ പറഞ്ഞത്. ഇനി നമുക്ക് എന്താണ്, അപ്പോൾ ഓവ്യൂളിന്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ വേണ്ടത്, നെക്സ്റ്റ് നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോകണം. ദാറ്റ് ഈസ് കോൾഡ് മെഗാസ്പോറോജെനസിസ്. അപ്പൊ അതിന് മുന്നേ ഒന്നുകൂടി ശ്രദ്ധിക്കുക, എല്ലാ പാർട്സും കിട്ടിയോ എന്നുള്ളത്. ഓവ്യൂളിന്റെ സ്റ്റോക്ക്, ഫ്യൂണിക്കിൾ, then outer and inner integments, then inside this parenchymatous cells nucleus, then opening micropyle, then celasa. ഈ മൈക്രോപൈലാർ പോൾ എന്ന് പറഞ്ഞ പ്രത്യേകിച്ചൊന്നുമില്ല. മൈക്രോപൈൽ കാണുന്ന എൻഡ് അല്ലെങ്കിൽ ആ പോളിനെ പറയുന്ന പേരാണ് മൈക്രോപൈലാർ പോൾ. ചെലാസ കാണുന്ന ഭാഗമാണ് ചെലാസൽ പോൾ എന്ന് പറയും. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ്, ഇതിന്റെ സ്ട്രക്ചർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമുക്ക് എവിടേക്ക് പോകണം, ദാറ്റ് ഈസ് മെഗാസ്പോറോജെനസിസ് അല്ലെ. മെഗാസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചായിരുന്നു, മൈക്രോസ്പോറോജെനസിസ് പഠിച്ചു. എന്തായിരുന്നു മൈക്രോസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ, ഫോർമേഷൻ ഓഫ് മൈക്രോസ്പോർ ആണ്. അതേപോലെ തന്നെ നമുക്ക് എന്ത് കൊടുക്കാം, മെഗാസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദി ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ. ഫോർമേഷൻ ഓഫ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് ഓഫ് മെഗാസ്പോർ ഫ്രം മെഗാസ്പോർ മദർ സെൽ, അല്ലെങ്കിൽ നമ്മൾ ഇതിന് ഷോർട്ടായിട്ട് MMC എന്ന് പറയും, മെഗാസ്പോർ മദർ സെൽ. അപ്പൊ മെഗാസ്പോറോജെനസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ ഫ്രം മെഗാസ്പോർ മദർ സെൽ. അപ്പൊ ഇതിന് നമുക്ക് ഇത് ഏതിന്റെ ഇവന്റ് ആണ്, ഇറ്റ് ഈസ് വൺ ഓഫ് ദി ഗ്യാമെറ്റോജെനസിസ് ആണ്. നമ്മൾ തുടങ്ങിയപ്പോൾ പറഞ്ഞായിരുന്നു ഗ്യാമെറ്റോജെനസിസ് ആർ ഓഫ് 2 ടൈപ്സ്. ഏതൊക്കെയാണ്, മൈക്രോസ്പോറോജെനസിസ് ആൻഡ് മെഗാസ്പോറോജെനസിസ്. അപ്പൊ ഇവിടെ എന്താണ്, ജെനസിസ് എന്നുള്ള അർത്ഥം എന്താണ്, ഫോർമേഷൻ എന്നും പിന്നെ നെക്സ്റ്റ് സെക്കൻഡ് ഹാഫ് കൊടുക്കുക, ഫസ്റ്റ് ഹാഫ് കൊടുക്കുക. സെക്കൻഡ് ഹാഫിന്റെ എക്സ്പ്ലനേഷൻ ആണ് ആദ്യം തുടങ്ങുന്നത്. ജെനസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോർമേഷൻ. ദെൻ മെഗാസ്പോറിന്റെ ഫോർമേഷൻ ആണ് എന്ത്, മെഗാസ്പോറോ ജെനസിസ് എന്ന് പറയും. അപ്പൊ നമുക്ക് എവിടെ നിന്നാണ്, ഏത് സെല്ലിൽ നിന്നാണോ മെഗാസ്പോർ ഫോം ചെയ്യുന്നത് അതിനെ പറയുന്ന പേരാണ് മെഗാസ്പോർ മദർ സെൽ എന്ന് പറയും. അപ്പൊ നോക്കിക്കേ, നമുക്കിവിടെ ഇതാണ് നമ്മൾ ഓവ്യൂളിന്റെ ഇത് മാത്രമേ കൊടുക്കുന്നുള്ളൂ, ന്യൂസിലസ് മാത്രം. അതായത് നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുള്ള ന്യൂസിലസ് ഉണ്ടല്ലോ, ന്യൂസിലസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ന്യൂസിലസിന്റെ ഇതാണ് നമ്മൾ മൈക്രോപൈലാർ എൻഡ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുവാണ്, ഒരു സെല്ല് ന്യൂസിലസിലെ കുറെ ന്യൂമറസ് സെൽസ് ഉണ്ട്, ന്യൂസിലസിലെ ഒരു സെല്ല് എന്തായിട്ട് വരുവാണ്, പ്രോമിനന്റ് ആയിട്ട് വരും. ഒരു സെല്ല് പ്രോമിനന്റ് ആയിട്ട് വരും. ഈ സെല്ലിനെ പറയുന്ന പേരാണ്, ദിസ് ഈസ് കോൾഡ് മെഗാസ്പോർ മദർ സെൽ എന്ന് പറയും. അപ്പൊ എങ്ങനെയാണ് മൈക്രോസ്പോറോജെനസിസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ആരാണ്, എവിടെ നിന്നാണ് മെഗാസ്പോർ മദർ സെൽ വരുന്നത്, ദാറ്റ് ഈസ് ഡെവലപ്പ് ഫ്രം ദി ന്യൂസിലാർ സെൽ അല്ലെങ്കിൽ ന്യൂസിലസിലെ വൺ സെൽ ദാറ്റ് ബിക്കം പ്രോമിനന്റ്. പ്രോമിനന്റ് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല, അതിന്റെ സൈസ് ഒക്കെ കൂടി ന്യൂക്ലിയസ് ഒന്ന് എൻലാർജ് ചെയ്ത് സൈറ്റോപ്ലാസം ഒക്കെ ചേർന്നിട്ട് എന്ത് വരും, മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറും. ഈ മെഗാസ്പോർ മദർ സെല്ലിൽ നെക്സ്റ്റ് നടക്കുന്ന ഇവന്റ് എന്തായിരിക്കും, നെക്സ്റ്റ് നടക്കുന്ന ഇവന്റ് ആണ് നമ്മൾ മിയോസിസ് എന്ന് പറയും. മിയോട്ടിക് ഡിവിഷൻ നടക്കും. മിയോസിസ് നടന്നാൽ നമുക്കറിയാം വൺ സെൽ ദാറ്റ് ബിക്കം എത്രയായിരിക്കും നമ്പർ, 4 in number അല്ലെ. അപ്പൊ ഇവിടെ മെഗാസ്പോർ മദർ സെല്ലില് മിയോസിസ് നടന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, 4 മെഗാസ്പോർ ഫോം ചെയ്തു. അല്ലെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഇറ്റ് ഈസ് നോൺ ആസ് മെഗാസ്പോർ. 4 എന്നുള്ള അർത്ഥത്തിൽ എന്ത് കൊടുക്കണം, ടെട്രാഡ്. അപ്പൊ മെഗാസ്പോർ മദർ സെല്ലില് മിയോട്ടിക് ഡിവിഷൻ നടന്നു എന്നിട്ട് എന്ത് ഫോം ചെയ്തു, 4 മെഗാസ്പോർ ഫോം ചെയ്തു. ആ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഫസ്റ്റ് എന്ത് ചെയ്തു, ഇപ്പൊ മിയോസിസ് 1, ഇപ്പൊ നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്, 2 മെഗാസ്പോർ ഡയാഡ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം, ഇവിടെ ഇതാണ് മിയോസിസിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള മിയോസിസ് 1 നടന്നു. ദെൻ നെക്സ്റ്റ് മിയോസിസ് 2. അപ്പൊ നമുക്ക് എന്താണ്, നമുക്ക് ഒരുമിച്ച് അങ്ങ് പറഞ്ഞാൽ മതി. ആഫ്റ്റർ മിയോസിസ് എത്ര സെല്ല് ഫോം ചെയ്തു, 4 മെഗാസ്പോർ ഫോം ചെയ്തു. ഇനി നമുക്കറിയാം ഇവിടെ കമ്പാരിറ്റീവ് സ്റ്റഡി എപ്പോഴും എസെൻഷ്യൽ ആണ്. നമ്മൾ മൈക്രോസ്പോറോജെനസിസിൽ എന്തായിരുന്നു, ഈ 4 മൈക്രോസ്പോറും ഫങ്ഷണൽ ആവും, അല്ലെങ്കിൽ നമ്മൾ അത് എന്തായി മാറും, പോളൻ ഗ്രെയിൻസ് ആയിട്ട് മാറും. പക്ഷെ ഇവിടെ അങ്ങനെയല്ല, 4 മെഗാസ്പോർ ഉണ്ടെന്നുണ്ടെങ്കിലും അതിലെന്താ ചെയ്യണത്, 3 മെഗാസ്പോർ ഡീജനറേറ്റ് ചെയ്തു. 3 മെഗാസ്പോർ ഡീജനറേറ്റഡ്. 3 മെഗാസ്പോർ ഡീജനറേറ്റ് ചെയ്തു പോവും. ദെൻ ഓൺലി 1 ബിക്കം ഫങ്ഷണൽ. 1 മെഗാസ്പോർ മാത്രമാണ് ഇവിടെ ഫങ്ഷണൽ ആവുന്നുള്ളൂ. ഓക്കെ, അപ്പൊ നമുക്ക് മൈക്രോസ്പോറോജെനസിസ് മെഗാസ്പോറോജെനസിസ് നമുക്ക് എപ്പോഴും ഒരു കമ്പാരിറ്റീവ് സ്റ്റഡി അല്ലെങ്കിൽ ഒരു ഡിഫറൻസ് ചോദിക്കാറുണ്ട്. അപ്പൊ ശ്രദ്ധിക്കുക, മൈക്രോസ്പോറോജെനസിസ് നമ്മൾ പഠിച്ചപ്പോൾ എന്തായിരുന്നു, മൈക്രോസ്പോർ മദർ സെൽ അല്ലെങ്കിൽ പോളൻ മദർ സെല്ലില് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് എന്ത് ചെയ്യും,
മൈക്രോസ്പോർ ടെട്രാഡ് ഫോം ചെയ്യും, 4 പേരും സെപ്പറേറ്റ് ചെയ്യുന്ന പറഞ്ഞിട്ടുള്ള ഡിസിന്റഗ്രേഷൻ ഇല്ല. പക്ഷെ ഇവിടെ എന്താണ്, 3 മെഗാസ്പോർ ഡിജനറേറ്റ് ചെയ്തിട്ട് ഓൺലി 1 ബിക്കം ഫങ്ഷണൽ. ഈ ഫങ്ഷണൽ ആവുന്ന മെഗാസ്പോർ ആണ് എന്തായിട്ട് മാറുന്നത്, ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻടു മെഗാസ്പോർ ആണ് എന്തായിട്ട് മാറുന്നത്, ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻടു ഗ്യാമിറ്റോഫൈറ്റ്. അതായത് ഈ ഫങ്ഷണൽ മെഗാസ്പോർ എന്തായിട്ട് മാറുവാണ്, ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻടു ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ്. അപ്പൊ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എന്താണ്, പോളൻ ഗ്രെയിൻസ് ആർ കൺസിഡർഡ് ആസ് ദി മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ആൻഡ് ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റിനെ പറയുന്ന പേരാണ് എംബ്രിയോ സാക്ക് എന്ന് പറയും, എംബ്രിയോ സാക്ക്. അപ്പൊ ഒന്നുകൂടി നോക്കുക, നമ്മൾ പറഞ്ഞ കാര്യം, നമ്മളിപ്പോ ഏതാണ് മെഗാസ്പോറോജെനിസിസ് ആണ് പറഞ്ഞത്. അതില് മെഗാസ്പോറോജെനിസിസിൽ എന്ത് ചെയ്തു, മെഗാസ്പോർ മദർ സെല്ലില് മിയോട്ടി ഡിവിഷൻ നടന്നു. എന്നിട്ട് എന്താ ഫോം ചെയ്ത്, 4 സെല്ല് ഫോം ചെയ്തു, 3 ഡീജനറേറ്റ് ചെയ്തു, ഓൺലി 1 ബിക്കം ഫങ്ഷണൽ. 1 മെഗാസ്പോർ ഫങ്ഷണൽ ആയി. ദിസ് മെഗാസ്പോർ ദാറ്റ് ഈസ് ഡെവലപ്പ് ഇൻടു ഏത് ഗ്യാമിറ്റോഫൈറ്റ് ആണ്, ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ്. ഈ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റിനെ പറയുന്ന വേറൊരു പേരാണ്, നമ്മൾ എന്ത് കൊടുക്കാം, എംബ്രിയോ സാക്ക് എന്ന് പറയും. ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റിനെ പറയുന്ന വേറൊരു പേരാണ് എംബ്രിയോ സാക്ക്. അപ്പൊ നമുക്ക് ഇവിടെ എക്സാമിന് വരുന്ന നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, വിച്ച് വൺ ഈസ് ദ മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ആൻഡ് വിച്ച് വൺ ഈസ് ദി ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ്. മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ഏതാണ്, നമ്മൾ പോളൻ ഗ്രെയിൻസ്, നമുക്കൊരു സ്റ്റഡി ദ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യനിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. പോളൻ ഗ്രെയിൻസ് ആർ കൺസിഡർഡ് ആസ് ദി മെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ആണ്. ദെൻ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ആരാണ്, ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ദാറ്റ് ഈസ് കോൾഡ് എംബ്രിയോ സാക്ക് എന്ന് പറയും. അപ്പോൾ പോളൻ ഗ്രെയിൻസ് എവിടുന്ന ഫോം ചെയ്തത്, ദാറ്റ് ഈസ് ഡെവലപ്പ് ഫ്രം ദി മൈക്രോസ്പോർ ആൻഡ് എംബ്രിയോ സാക്ക് എവിടുന്ന ഡെവലപ്പ് ചെയ്തത്, ദാറ്റ് ഈസ് ഡെവലപ്പ് ഫ്രം ദി മെഗാസ്പോർ. ഓക്കെ, അപ്പൊ നോക്കിക്കഴിഞ്ഞ നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഈ ഫങ്ഷണൽ മെഗാസ്പോറിൽ നിന്ന് എന്താ ഫോം ചെയ്യുന്നത്, എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് ഫോം ചെയ്യും. അപ്പൊ ഈ ഫീമെയിൽ ഗ്യാമിറ്റോഫൈറ്റ് എങ്ങനെയാ ഫോം ചെയ്യണേന്നാണ് നമുക്ക് നെക്സ്റ്റ് നോക്കേണ്ടത്. അപ്പൊ നോക്കുക, നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സെല്ല് ഇതാണ് നമ്മുടെ എന്ത്, ഫങ്ഷണൽ ആയിട്ടുള്ള മെഗാസ്പോർ. കാരണം എന്താ, ബാക്കി എല്ലാ 3 മെഗാസ്പോർസ് എന്ത് ചെയ്തു, ഡീജനറേറ്റ് ചെയ്തു പോയി. അപ്പൊ നമുക്ക് പറയാം, ഇപ്പൊ നമുക്കൊരു 100 മെഗാസ്പോറിൽ നിന്ന് അല്ലെങ്കിൽ 100 മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് എത്ര മെഗാസ്പോർ കിട്ടുമെന്ന് പറഞ്ഞാൽ എന്താ ആൻസർ പറയണം, 100 മെഗാസ്പോർ മാത്രമേ കിട്ടുള്ളൂ. കാരണം എന്താ, 100 മെഗാസ്പോർ മദർ സെല്ല് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും, 400 കിട്ടും. പക്ഷെ എന്ത് ചെയ്യുവാണ്, ഇവിടെ 300 ഡീജനറേറ്റ് ചെയ്ത് പോവും. അങ്ങനെ ചിലപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരാം. ബാക്കി എന്താണ്, ഒരെണ്ണാണ് ഫങ്ഷണൽ ആവുള്ളൂ. അതേസമയം നമുക്ക് 100 പോളൻ മദർ സെല്ലിൽ നിന്നാണെങ്കിൽ എന്താ പ്രത്യേകത, 100 പോളൻ മദർ സെല്ലിൽ നിന്നാണെങ്കിൽ എന്താണ്, 400 പോളൻ ഗ്രെയിൻസ് കിട്ടും. കാരണം എന്താ, അവിടെ ആരും ഡീജനറേറ്റ് ചെയ്തു പോകുന്നില്ല. പക്ഷെ ഇവിടെ എന്ത് ചെയ്യാണ്, 3 ഡീജനറേറ്റ് ചെയ്തു പോകും, ഓൺലി 1 ബിക്കം ഫങ്ഷണൽ. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഇവിടെ എങ്ങനെയാ സ്ട്രക്ചർ വരണേന്ന്, ഇവിടെ നമുക്കൊരു ഒരൊറ്റ സിംഗിൾ മെഗാസ്പോർ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതാണ് നമ്മുടെ മെഗാസ്പോർ. ഇനി മെഗാസ്പോറിൽ എന്ത് നടക്കാൻ പോവാണ്, നമുക്ക് ജസ്റ്റ് ഡിവിഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഇനി നടക്കാൻ പോകുന്ന ഡിവിഷൻസ് എല്ലാം തന്നെ എന്ത് ഡിവിഷനാണ്, മൈറ്റോട്ടിക് ഡിവിഷൻ ആണ്. ഇവിടെ നടക്കുന്ന ഡിവിഷനൊക്കെ മൈറ്റോസിസ് ആണ്. മൈറ്റോസിസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, 1 സെൽ ദാറ്റ് ബിക്കം 2 ഇൻ നമ്പർ, ദർ ഈസ് നോ ചേഞ്ച് ഇൻ ക്രോമസോം. അപ്പൊ ഇവിടെ എന്താണ്, ഈ മെഗാസ്പോർ എന്ത് ചെയ്യും, ഫസ്റ്റ് അതിന്റെ ന്യൂക്ലിയസ് ഒന്ന് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്തായിട്ട് മാറി, ദാറ്റ് ബിക്കം 2 സെൽഡ് ആയിട്ട് മാറി. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ത് ചെയ്യണം, ഇറ്റ്സ് അഗൈൻ അണ്ടർഗോ 1 മോർ ഡിവിഷൻ, സെക്കൻഡ് മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കും. സോ ദാറ്റ് ബിക്കം 4 സെൽഡ്. ദെൻ അഗൈൻ 1 more division, so it become 8 celled. Sorry, not 8 cell, 8 nucleus. Only the nucleus that is divided 2 nucleated stage ana, and then 4 nucleated stage, and then next 8 nucleated stage. Then in this, from this nucleus, so first mitosis 1, mitosis 2, then mitosis 1, മൈറ്റോസിസ് 2, then മൈറ്റോസിസ് 3. അങ്ങനെ 3 മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് എന്ത് ഫോം ചെയ്യുന്നത്, 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആയിട്ട് വരും. അപ്പൊ നോക്കിക്കേ, ഇവിടെ
ഒന്നുകൂടി നോക്കാം. നമ്മുടെ മെഗാസ്പോർ മദർ സെല്ലിൽ എന്ത് ഫോം ചെയ്തു? മെഗാസ്പോർ ഫോം ചെയ്തു. ഈ മെഗാസ്പോറിൽ ഏതൊക്കെ ഡിവിഷനാണ് നടന്നത്? ഇപ്പോ ഫസ്റ്റ് എത്ര ഡിവിഷൻ നടന്നു നോക്കാം. മെഗാസ്പോറിൽ 3 മൈറ്റോട്ടി ഡിവിഷൻ നടന്നു. 3 മൈറ്റോട്ടി ഡിവിഷൻ നടന്നപ്പോൾ ഫസ്റ്റിൽ എന്ത് ചെയ്തു? 2i, then 4i, then 8i. 8 ന്യൂക്ലിയസ് എന്ത് ചെയ്തു? ഇതിൽ 4 ന്യൂക്ലിയസ് എവിടെ നിന്നു? ഒരു പോളിലേക്കും വന്നു. നെക്സ്റ്റ് 4 എവിടെ വന്നു? ഓപ്പോസിറ്റ് പോളിലേക്കും വന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യാൻ പോവാണ്? അവിടെ വോൾ ഫോർമേഷൻ നടക്കാൻ പോവാ. അപ്പൊ നോക്കിക്കേ, ഈ ന്യൂക്ലിയസ് എന്താ ചെയ്തത്? ഇപ്പൊ നമുക്ക് ഫസ്റ്റ് മെഗാസ്പോറിലെ ന്യൂക്ലിയസ് ജസ്റ്റ് ഡിവൈഡ് ചെയ്തു. അപ്പൊ 2i, 2 അഗൈൻ ഡിവൈഡ് ചെയ്തു. 4i, 4 അഗൈൻ ഡിവൈഡ് ചെയ്തപ്പോൾ ദാറ്റ് ബിക്കം 8 in number. നെക്സ്റ്റ് എന്ത് ചെയ്യാണ്? ഈ 8 ന്യൂക്ലിയസ് ഒരു പെർട്ടിക്കുലർ പാറ്റേണിൽ അറേഞ്ച് ചെയ്യാൻ പോവുക. എങ്ങനെയാണ്? ഈ 4 ന്യൂക്ലിയസിൽ എന്ത് ചെയ്യും? 3 ന്യൂക്ലിയസ് ഇവിടെ നിൽക്കും. 1 that is move to the center. ഇതിലൊരാൾ ഇങ്ങോട്ട് മൂവ് ചെയ്തു. ബാക്കി റിമൈനിങ് 3 ഇവിടെ നിന്നു. അഗൈൻ ഇവിടെയും ഈ 3 സെൽ ഇവിടെ നിന്നിട്ട് ഇതിന് എന്ത് ചെയ്യുവാണ്? 1 that is move here. അപ്പൊ ഇവിടെ എന്ത് വന്നു? ഈ സെന്ററിൽ ആര് വന്നു? 2 ന്യൂക്ലിയസ് വന്നു. ഈ ന്യൂക്ലിയസിനെ നമ്മൾ പറയുന്ന പേരാണ് പോളാർ ന്യൂക്ലിയ എന്ന് പറയും. കാരണം എന്താ? ഇവിടെന്നും 2 പോളിൽ നിന്നും വന്ന ന്യൂക്ലിയസ് ആണ്. അപ്പൊ ഇതിന്റെ എൻഡ് എപ്പോഴും ശ്രദ്ധിക്കുക. ഇതാണ് മൈക്രോപൈലാർ എൻഡ് അല്ലെ? മൈക്രോപൈലാർ എൻഡ് എവിടെയാണോ അവിടെ വരുന്ന സെല്ലുകൾ 3 സെല്ലുകൾ ഉണ്ട്. 3 അതെന്താണ്? ന്യൂക്ലിയസ് ആണ്. ന്യൂക്ലിയസ് പിന്നെ എന്താണ് എപ്പോഴും സെല്ലായിട്ട് മാറണത്? ഈ ന്യൂക്ലിയസ് ഇവിടെ ഓൾറെഡി കണ്ടോ? ഇങ്ങനെ ന്യൂക്ലിയസ് ഒക്കെ അറേഞ്ച് ചെയ്തു. നെക്സ്റ്റ് എന്ത് ചെയ്യുവാണ്? ഇവർക്ക് വോൾ ഫോർമേഷൻ നടന്നു. ആദ്യം നമ്മുടെ കാരിയോകൈനസിസ് ആണ്. നെക്സ്റ്റ് ആണ് എന്ത് നടക്കുന്നത്? സൈറ്റോകൈനസിസ് നടക്കും. 2 സെൽഡ് വന്നു, 4 സെൽഡ് വന്നു, 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ്, 2 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് വന്നു, 4 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് വന്നു, 8 ന്യൂക്ലിയേറ്റഡ് സ്റ്റേജ് വന്നു. നെക്സ്റ്റ് എന്ത് ചെയ്യുവാണ്? ഈ ന്യൂക്ലിയസിലെ 3 ന്യൂക്ലിയസ് that is remaining here, then next 3 nucleus remaining on the other pole, and then 2 nucleus that is move to the center. നെക്സ്റ്റ് എന്ത് ചെയ്യും? ഇവർക്ക് എല്ലാവർക്കും വോൾ ഫോർമേഷൻ നടക്കും. വോൾ ഫോർമേഷൻ നടക്കുമ്പോൾ നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? അതിനെ സെല്ലായിട്ട് പറയാം. അപ്പൊ ഇവിടെ നമുക്ക് എന്താ കൊടുക്കേണ്ടത്? ന്യൂക്ലിയസ് ആണ് ആദ്യം ഡിവൈഡ് ചെയ്യുന്നത്. കാരണം കാരിയോകൈനസിസ് കഴിഞ്ഞിട്ടാണ് എന്ത് നടക്കുക? സൈറ്റോകൈനസിസ് നടക്കുക. അപ്പൊ നോക്കിക്കേ, നമുക്ക് ഇവിടെ കഴിഞ്ഞപ്പോ എങ്ങനെ ഇരിക്കും നോക്കിയ സ്റ്റേജ്? ഇങ്ങനെ ഇരിക്കും നമുക്ക് ഇതിന്റെ അറേഞ്ച്മെന്റ്. അപ്പൊ നമുക്ക് മുന്നേ പറഞ്ഞ ഡയഗ്രാം വേണമെങ്കിൽ അതുപോലെ നോക്കാം. പക്ഷെ ഇത് രണ്ടും തമ്മിലൊരു കമ്പാരിറ്റീവ് സ്റ്റഡി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇവിടെ നമുക്ക് എന്താണ്? മൈക്രോപൈലാർ എൻഡ് ആണ് അപ്പർ സൈഡിൽ കൊടുത്തു. മൈക്രോപൈലാർ എൻഡ് അപ്പർ സൈഡിൽ കൊടുത്തു. ഇവിടെ 3 ന്യൂക്ലിയസ് വന്നു. ന്യൂക്ലിയസിന് വോൾ ഫോർമേഷൻ നടന്നു. ഇവിടെ 3 ന്യൂക്ലിയസ് വന്നു, അതിനും വോൾ ഫോർമേഷൻ നടക്കും. ഇവിടെ എന്ത് ചെയ്യും? ഇവിടെ 2 ന്യൂക്ലിയസ് വന്നു, അതിനും വോൾ ഫോർമേഷൻ നടക്കും. അപ്പൊ നമുക്ക് ഈ സെല്ലുകളുടെ പേരുകളൊന്ന് നോക്കാം. ഏതൊക്കെ സെല്ലുകളാന്ന് നോക്കുക. നമുക്ക് എന്താണ്? വോൾ ഫോർമേഷൻ നടന്നു കഴിഞ്ഞാൽ ഇപ്പോ നമ്മുടെ ഏത് എൻഡാണോ മൈക്രോപൈലാർ എൻഡ്, ഏത് സൈഡാണോ മൈക്രോപൈലാർ, നമ്മൾ കഴിഞ്ഞ നേരത്തെ പറഞ്ഞു ഓവ്യൂളിന്റെ ഷേപ്പ് പൊസിഷൻ അനുസരിച്ചിട്ട്, അല്ലെങ്കിൽ ഓവ്യൂള് ഓർത്തോട്രോപ്പോസോ അനോട്രോപ്പോസോ എന്ത് വേണമെങ്കിലും, ഏത് ടൈപ്പ് വേണമെങ്കിലും വരാം. ഇറക്റ്റ് ആയിട്ട് നിൽക്കാം, ഇൻവേർട്ടഡ് ആയിട്ട് വരാം. അതിനനുസരിച്ച് എന്ത് ചെയ്യും? നമ്മുടെ മൈക്രോപൈലിന്റെ പൊസിഷനും മാറും. അപ്പൊ ഏത് സൈഡാണോ മൈക്രോപൈലാർ എൻഡ്, ഏത് സ്ഥലത്താണോ മൈക്രോപൈൽ നിൽക്കുന്നത്, ആ എൻഡിൽ കാണുന്ന 3 സെൽസ്, ന്യൂക്ലിയസ് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് എന്ത് ചെയ്തു? സെല്ല് ഫോം ചെയ്തു. അവിടെ എന്താണ്? 3 സെല്ല് കാണാം. ഈ 3 സെൽസിന് നമ്മൾ ഒരുമിച്ച് പറയുന്ന പേരാണ് എഗ് അപ്പാരറ്റസ് എന്ന് പറയും. എഗ് അപ്പാരറ്റസ്. 3 സെൽ അറ്റ് ഏതെന്താണ്? മൈക്രോപൈൽ. എവിടെയാണോ മൈക്രോപൈൽ നിൽക്കുന്നത് ആ എൻഡിൽ കാണുന്ന സെല്ലുകൾ പറയുന്ന പേരാണ് എഗ് അപ്പാരറ്റസ്. ഇനി നമുക്ക് നെക്സ്റ്റ് എന്താണ്? നമ്മുടെ എന്ത്? ചെലാസൽ എൻഡ് അല്ലെങ്കിൽ ചെലാസൽ പോൾ എന്ന് പറയും. അപ്പൊ ഏത് സൈഡിലാണോ ചെലാസ നിൽക്കുന്നത് അവിടെ അതിനോട് ചേർന്ന് കാണുന്ന ഒരു 3 സെൽസ് ഉണ്ട്. ഈ സെൽസിനെ പറയുന്ന പേരാണ് ആന്റിപോഡൽസ് എന്ന് പറയും. ആന്റിപോഡൽസ്. അപ്പൊ ആദ്യം മൈക്രോപൈലാർ എൻഡിൽ കാണുന്നത് നമ്മുടെ എഗ് അപ്പാരറ്റസ് എന്ന് പറഞ്ഞു. ചെലാസൽ എൻഡിൽ കാണുന്നത് എന്താണ്? ആന്റിപോഡൽസ്. ഇനി നോക്കുക, ഈ നമുക്ക് ഇവിടെ നമ്മുടെ ഈ എഗ് അപ്പാരറ്റസ് എന്ന് പറയുമ്പോൾ അതില് എഗ്ഗും 2 സെല്ലുകളും കൂടിയും കാണാൻ പറ്റും. 1 എഗ് സെല്ലും 2 സൈനർജിഡ്സ് എന്ന് പറയും.
എഗ് സെന്ററിൽ നിൽക്കും. എഗ്ഗിന്റെ രണ്ട് സൈഡിലും എന്താണ് എഗ്ഗിന്റെ ഗാർഡുകളെ പോലെ രണ്ട് സെല്ലുകൾ നിൽക്കും. ദാറ്റ് ഈസ് കോൾഡ് സൈനഡ്ജിഡ്സ് എന്ന് പറയും. ഇനി നമുക്ക് നോക്കിക്കേ, ഇതിന്റെ ഓപ്പോസിറ്റ് എൻഡിൽ കാണുന്ന ആൾക്കാരാണ് ആര്? ആന്റിപോഡൽസ്. ആന്റിപോഡൽസിൽ ഇതിൽ ന്യൂക്ലിയസ് മാത്രമേ കാണിച്ചുള്ളൂ. നെക്സ്റ്റ് എന്ത് ചെയ്യും? ഇവർക്ക് ഇങ്ങനെ വോൾ ഫോർമേഷനും കൂടി നടക്കും. അപ്പോഴാണ് നമ്മൾ അതിന് എന്ത് പറയണത്? ആന്റിപോഡൽസ് എന്ന് പറയും. അപ്പൊ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആരും കൂടി ഉണ്ട്? സെന്ററിൽ കുറച്ച് രണ്ട് ന്യൂക്ലിയസ് സെന്ററിലേക്ക് മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ. രണ്ട് പോളിൽ നിന്ന് വന്നതായതുകൊണ്ട് അതിനെന്താ പറയണത്? പോളാർ ന്യൂക്ലിയൈ എന്ന് പറയും. ഇനി എന്ത് ചെയ്യും? ഈ പോളാർ ന്യൂക്ലിയയ്ക്ക് ഇൻഡിവിജ്വൽ ആയിട്ടല്ല വോൾ ഫോർമേഷൻ, ഇവർക്ക് രണ്ടു പേർക്കും കൂടി ഒറ്റൊരു വോളാ ഫോം ചെയ്യാം. ഒറ്റൊരു വോളാണ് രണ്ട് സെല്ലിനും കൂടി ഫോം ചെയ്യുക. അപ്പൊ നമ്മൾ അതിനെന്താ പറയണത്? സെന്ററിൽ നിൽക്കുന്നത് കൊണ്ട് അതിനെന്ത് പറയും? സെൻട്രൽ സെൽ എന്ന് പറയും. സെൻട്രൽ സെല്ല്, സെന്ററിൽ നിൽക്കുന്ന സെല്ല് സെൻട്രൽ സെല്ല്. അപ്പൊ ഇവിടെ എന്താണ്? സെന്ററിൽ ആരാ ഉള്ളത്? രണ്ട് പോളാർ ന്യൂക്ലിയസ് എന്ത് ചെയ്യും? ഒരുമിച്ച് ഫ്യൂസ് ചെയ്യും. ഫ്യൂസ് ടു ഫോം എന്ത് വരും ഇവിടെ? സെൻട്രൽ സെൽ. അല്ലെ, നമുക്ക് ഈ പോളാർ ന്യൂക്ലിയന് നമ്മൾ വേറൊരു പേരും കൂടിയും പറയാറുണ്ട്, സെക്കൻഡറി ന്യൂക്ലിയൈ എന്ന് പറയും. രണ്ട് പറഞ്ഞാലും സെയിം തന്നെയാണ്. പോളാർ ന്യൂക്ലിയൈ അല്ലെങ്കിൽ സെക്കൻഡറി ന്യൂക്ലിയൈ. പോളാർ ന്യൂക്ലിയൈ അല്ലെങ്കിൽ സെക്കൻഡറി ന്യൂക്ലിയസ്. അപ്പൊ നമുക്ക് നോക്കിക്കേ, ഇപ്പൊ ഇതിലെ സെല്ലുകൾ നമുക്ക് നോക്കുകയാണെങ്കിൽ എത്ര സെല്ലുകൾ വരും നോക്കിക്കേ. എത്ര സെല്ലുകൾ വരുന്നുണ്ട് നോക്കി ഇവിടെ? 1 2 3. ഇത് രണ്ടും കൂടി ചേർന്നിട്ട് ഒരു സെല്ല്. അപ്പൊ എത്രയായി? 4 5 6 7. പക്ഷെ എന്താണ്, ഇവിടെ രണ്ട് ന്യൂക്ലിയസ് ഉള്ളത് കൊണ്ട് നമുക്ക് എത്രയാണ്? 8 ന്യൂക്ലിയസ് ഉണ്ട്. പക്ഷെ എത്രയാണ്? 7 സെല്ലേ ഉള്ളൂ. 8 ന്യൂക്ലിയസ് ഉണ്ട്. 8 ന്യൂക്ലിയേറ്റഡ് ആണ്. But it is a 7-celled. അല്ലെങ്കിൽ നമുക്ക് 7-celled 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആണ് ആര് കാണിക്കുന്നത്? നമ്മുടെ എംബ്രിയോസാക്. എന്ത് എംബ്രിയോസാക് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഗാസ്പോർ ഡെവലപ്പ് ചെയ്തിട്ട് വരുന്ന സ്ട്രക്ചർ അല്ലെ. നമ്മൾ അങ്ങനെയല്ലേ തുടങ്ങിയ? മെഗാസ്പോർ മദർ സെല്ലില് മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് 4 മെഗാസ്പോർ ഫോം ചെയ്യും. 3 ഡീജനറേറ്റ് ചെയ്തു പോവും. ഓൺലി 1 ബിക്കം ഫങ്ഷണൽ. ആ ഫങ്ഷണൽ ആവുന്ന മെഗാസ്പോർ ആണ് എന്ത് ചെയ്ത്? ഇതാണ് നമ്മുടെ ഒരു ഫങ്ഷണൽ മെഗാസ്പോർ നമ്മൾ നേരത്തെ വരച്ചു അല്ലെ. ഈ ഫങ്ഷണൽ മെഗാസ്പോർ ആണ് എന്തായിട്ട് മാറണത്? ഈ സ്ട്രക്ചർ. ഇതാണ് നമ്മൾ എന്ത് പറയുന്നത്? എംബ്രിയോസാക് എന്ന് പറയും. എംബ്രിയോസാക് ആണ് എന്ത് കൊടുക്കേണ്ടത്? ഇറ്റ് ഈസ് കൺസിഡർഡ് ആസ് ദി ഫീമെയിൽ gametophyte. Embryosac is considered as a female gametophyte. So in angiosperm this embryosac that is 7-celled. 8 സെല്ലാണ്. 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. 7 സെല്ല് ഉണ്ടാവും. 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ ആണ്. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം ഏതൊക്കെയാണ് ഈ സെല്ലുകൾ എന്നുള്ളത്. നോക്കിക്കേ, ഒന്നും കൂടി നോക്കിയപ്പോ നമുക്ക് ഒന്നുകൂടി എംബ്രിയോസാക് ഒന്നും കൂടി വോൾ ഫോർമേഷൻ ഒക്കെ നടന്നു, ഒന്നുകൂടി മെച്ചുറായി. അപ്പൊ നോക്കിക്കേ, ഇവിടെ നമുക്ക് ആന്റിപോഡൽസ് ആണ്. എവിടെയാണ് ആന്റിപോഡൽസ് വരുന്നത്? ആന്റിപോഡൽസ് കാണുന്ന എൻഡ് എപ്പോഴും ഇത് എന്തായിരിക്കും? ചെലാസ ആയിരിക്കും. എഗ് അപ്പാരറ്റസ് കാണുന്ന എൻഡ് എപ്പോഴും എന്തായിരിക്കും? മൈക്രോപൈലായിരിക്കും. നമുക്ക് ആദ്യം എൻഡ് മനസ്സിലായി, മൈക്രോപൈലും ചെലാസയും. മൈക്രോപൈലാർ എൻഡിൽ ആരാണ് കാണുന്നത്? നമുക്ക് സെന്ററിൽ കാണുന്ന ആളാണ് എഗ്. രണ്ട് സൈഡിലും എന്ത് വരും? സൈനഡ്ജിഡ്സ് വരും. ദെൻ ഇവിടെ 2 പോളാർ ന്യൂക്ലിയൈ ഉണ്ട്. കവർ ചെയ്തിട്ട് എന്താണ് ഇതിന്? സെൻട്രൽ സെൽ എന്ന് പറഞ്ഞു. ദെൻ ചെലാസൽ എൻഡിൽ എന്ത് വന്നു? 3 ആന്റിപോഡൽസ് വന്നു. ഇപ്പൊ ഇതിന്റെ കണ്ടീഷൻ എങ്ങനെയാണ് നമുക്ക് കൊടുക്കേണ്ടത്? 7-celled 8 ന്യൂക്ലിയേറ്റഡ് കണ്ടീഷൻ. 7-celled 8 ന്യൂക്ലിയേറ്റഡ് ആയിട്ടുള്ള എംബ്രിയോസാക് ആണിത്. അപ്പൊ നമുക്ക് ഇത് റിപ്പോർട്ട് ചെയ്തത് പോളിഗോണം എന്ന് പറയുന്ന ഒരു പ്ലാന്റിലാണ്. പോളിഗോണം. അപ്പൊ ഇതിനെ പറയുന്ന പേരാണ് പോളിഗോണം ടൈപ്പ് എന്ന് പറയും. ഒപ്പം തന്നെ എന്താണ് ഇവിടെ നമ്മുടെ എംബ്രിയോസാക്കിന്റെ ഡെവലപ്മെന്റ് എങ്ങനെയാണ്? ഇവിടെ എംബ്രിയോസാക്കിന്റെ ഡെവലപ്മെന്റ് ഒരൊറ്റ മെഗാസ്പോറിൽ നിന്നാണ്. അപ്പൊ അതുകൊണ്ട് അതിനെ പറയുന്ന പേര് മോണോസ്പോറിക് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോസാക്. മോണോസ്പോറിക് ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോസാക്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മുടെ എംബ്രിയോസാക് എവിടെ നിന്നാണ് ഡെവലപ്പ് ചെയ്തത്? ദാറ്റ് ഈസ് ഡെവലപ്പ് ഫ്രം എ സിംഗിൾ മെഗാസ്പോർ. എന്തുകൊണ്ടാണ് സിംഗിൾ മെഗാസ്പോർ എന്ന് പറയുന്നത്? നമുക്ക് ഓൾറെഡി നമ്മുടെ മെഗാസ്പോർ മദർ സെല്ലിൽ എന്ത് നടന്നായിരുന്നു? മിയോട്ടിക് ഡിവിഷൻ നടന്നു. 3 പേര് ഡീജനറേറ്റ് ചെയ്തു. ഓൺലി 1 ദാറ്റ് ബിക്കം ഫങ്ഷണൽ. ഈ സിംഗിൾ ആയിട്ടുള്ള മെഗാസ്പോറിൽ എത്ര ഡിവിഷൻ നടന്നു? 3 മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നു അല്ലെ. 1 that become 2, 2 that become 4, 4 that become 8. അപ്പൊ 3 മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നിട്ടാണ് എന്ത് ഫോം ചെയ്തത്? നമുക്ക് എംബ്രിയോസാക് ഫോം ചെയ്തു. അപ്പോൾ ഡെവലപ്മെന്റ് ഓഫ് എംബ്രിയോസാക് that is take place from a single megaspore. That's why
It is called monosporic development of embryo sac and it is represented as the 7-celled 8-nucleated condition. Okay.